أنت شمس بائدة تدرك القمر ولا الليل سابق النهار وكلا في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون واليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم الحمد لله الصلاة والسلام على سيد المرسلين وأصحابه الفائزين بالرضا ഏറെ ബഹുമാനാദരവുകളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ സ്വാലിഹായ അമലായിട്ട് കബൂലാക്കുമാറാകട്ടെ. എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സബലീകൃതമാകേണ്ട ആഗ്രഹങ്ങളൊക്കെ ഇവിടെ സവിധത്തിൽ നിന്നുള്ള തല സബലീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. നരകം അതികഠോരമായ കഠിനമായ ഒരു പ്രദേശമാണ്. സ്വർഗം നരകവും ഉണ്ട് എന്നുള്ളത് പ്രകൃതിയിൽ തന്നെയുള്ള ഒരു പ്രതിഭാസമാണ്. ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് സ്ഥിരപ്പെടുന്ന ഒരു വിഷയമാണ് സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളത്. നമുക്ക് ദുഃഖവുമുണ്ട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം സ്വർഗവും ഉണ്ട് നരകവും ഉണ്ട്. സുഖത്തിൻ്റെ ഒരു പ്രദേശവും ദുഃഖത്തിൻ്റെ ഒരു പ്രദേശവും ഉണ്ടാകും. സുഖം എങ്ങനെയാണോ നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ദുഃഖവും വരാറുണ്ട്. എന്നാൽ സുഖം മാത്രമുള്ള ഒരു പ്രദേശവും ദുഃഖങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശവും ഉണ്ടാകണം. ഇവിടെ നമുക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ സമ്മിശ്രമാണ്. എത്ര കോടീശ്വരനാണെങ്കിലും അയാൾക്കും ചില ദുഃഖങ്ങളുണ്ടാവും. എത്ര ദരിദ്രനാണെങ്കിലും അയാൾക്കും ചില സന്തോഷങ്ങളുണ്ടാവും. ഈ സുഖ ദുഃഖ സമ്മിശ്രമായ ഭൗതിക ലോകത്തു നിന്നും സുഖങ്ങൾ മാത്രമുള്ള ദുഃഖങ്ങൾ മാത്രമുള്ള പ്രദേശങ്ങളിലേക്ക് മനുഷ്യനെ അല്ലാഹു തആല മാറ്റി പാർപ്പിക്കും. ആ പ്രദേശങ്ങളുടെ പേരാണ് നരകം, സ്വർഗം. അല്ലാഹു നമ്മയൊക്കെ സ്വർഗത്തിലെ അനുയായികൾ ഉൾപ്പെടുത്തരുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഭൂലോകം. ഇവിടെ ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ സുഖങ്ങൾ മാത്രമുള്ള സ്വർഗലോകത്തേക്ക് പാരത്രിക ലോകത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. ഇവിടെയുള്ളത് അമലുകളാണ് എങ്കിൽ നാളെ ഹിസാബാണ്, ചോദ്യം ചെയ്യൽ, കണക്കെടുക്കൽ മാത്രമാണ്. നാളെ നമുക്ക് അമലുകൾ, ഇന്ന് നമുക്ക് അമലുകളുണ്ട്. നാളെ എന്നുള്ളതായ ഒരു വാചകം മോമിനീങ്ങളുടെ അക്കൗണ്ടിൽ നാളെ ആകട്ടെ, ഞാൻ നിസ്കരിക്കുന്നില്ല, നാളെ മുതൽ നിസ്കരിക്കാം. പള്ളിയിൽ പോകുന്നില്ല, നാളെ മുതൽ പോകാം. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നാളെ മുതൽ ചെയ്യാമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നാളെ തൊട്ടാകട്ടെ എന്ന് പറയുന്നത് മോമിനീങ്ങൾക്ക് ഒരിക്കലും ബാധകമല്ല. ഒരിക്കലും ഒരു മോമിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ല. കാരണം നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല.
ഇന്ന് ഈ സെക്കൻഡിൽ ഇപ്പോൾ എന്ത് നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് മാത്രമാണ് നിനക്കുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ അണ്ടർഗ്രൗണ്ടിൽ അല്ല, നിന്റെ അണ്ടറിൽ അല്ല കാര്യങ്ങൾ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നരകം എന്ന് പറയുന്ന ശാശ്വതമായ ദുഃഖത്തിന്റെ പ്രദേശത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സവിസ്തരം പ്രതിപാദിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് 5 വഖത്ത് നിസ്കാരം. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്. സദസ്സിൽ പുതിയ പുതിയ ആളുകൾ ഉള്ളതുകൊണ്ട് അവരോട് മനസ്സിലാക്കുക, 5 വഖത്ത് നിസ്കാരം നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനുള്ള രക്ഷാ കവചമാണ്. ബാക്കി കുറേ കാര്യങ്ങൾ അത് ഇനി ആവർത്തിക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി രക്ഷപ്പെടാനുള്ള മാർഗം, പെൺമക്കൾ ഉള്ളവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അല്ലാഹു നമ്മളെ പെൺമക്കളൊക്കെ ഹൈറാക്കി തരുമാറാകട്ടെ. 2 പെൺമക്കൾ ഉള്ള മാതാപിതാക്കൾക്ക് നരകം നിഷിദ്ധമാകും, നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. ആ 2 മക്കൾ കാരണമായിട്ട് മാതാപിതാക്കൾ, ആ 2 പെൺമക്കളുടെ മാതാപിതാക്കൾ സ്വർഗം പുൽകുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ഒരു സാധു പെണ്ണും 2 പെൺകുട്ടികളും കൂടെ വരികയാണ്. ആയിഷ ബീവിയുടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസമായിരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ആയിഷ ബീവി അകത്ത് പോയിട്ട് നോക്കിയപ്പോൾ ആകെ 3 കാരക്ക മാത്രമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് നോക്കി എന്തെല്ലാം ഉണ്ടാവും. ലോകത്തിന്റെ നേതാവിന്റെ വീട്ടിലുള്ള സാധനമാണ് 3 കാരക്ക മാത്രമേ ഉണ്ടായിരുന്നു. ആ 3 കാരക്ക എടുത്തോണ്ട് വന്ന് 3 പേർക്ക് കൊടുത്തു. 2 പേർക്ക് എല്ലാം ഉമ്മാടെ കൊടുത്തു. ഉമ്മ അത് 2 മക്കൾക്ക് കൊടുത്തു, ഉമ്മ എടുത്തു. മക്കൾ അത് 2 പെട്ടെന്ന് കഴിച്ചു. എന്നിട്ട് വീണ്ടും ഒരു കൈനിട്ടുകയാണ്. ഒന്ന് ഉമ്മായിക്ക് കൊടുത്ത ഓഹരിയാണ് ആ ഒരു കാരക്ക. ഉമ്മ അത് 2 കഷ്ണമാക്കി കീറി വീണ്ടും അത് മക്കൾക്ക് കൊടുത്തു. ഉമ്മക്കിപ്പോൾ കാരക്കയില്ല. ഇതാണ് മാതൃസ്നേഹം, ഉമ്മമാരുടെ സ്നേഹം. ഈ സദസ്സിലിരിക്കുന്ന വിവാഹിതരല്ലാത്ത സഹോദരിമാർ, പെൺകുട്ടികൾ, പെൺമക്കൾ നല്ലതുപോലെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഈ മാതൃസ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഉമ്മമാരുടെ കാറ്റഗറി. ഈ ഉമ്മ ആ സ്വന്തം കഴിക്കേണ്ട കാരക്ക മക്കൾക്ക് 2 പേർക്കും വീതിച്ചു കൊടുത്തു. കുറെ കഴിഞ്ഞു, ഇവരെ പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാബിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആയിഷാബ് പറഞ്ഞു, സംഭവം പറഞ്ഞു, ഇന്ന് 3 അതിഥികൾ വന്നു, അവർക്ക് ഞാനിങ്ങനെ കാരക്ക കൊടുത്തു. അങ്ങനെ അവർ മക്കൾ 2 കഴിച്ചു. പിന്നെ ഉമ്മാക്കി കിട്ടിയത് ഉമ്മ ഓരിച്ച് മക്കൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മന്നുബുത്തിരി മിനൽ ബനാത്ത്, ആരെങ്കിലും പെൺമക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫഹ്സന ഇലൈഹിന, അവരിലേക്ക് നല്ല രൂപത്തിൽ അവർ വർത്തിക്കുകയും ചെയ്താൽ കുന്നലഹു സിത്റം മിനന്നാർ, ആ പെൺമക്കൾ കാരണമായിട്ട് ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമൊക്കെ നരകത്തിനെ തൊട്ടത് മറയാകുന്നതാണ്. ആ പെൺമക്കൾക്ക് നന്മ ചെയ്തു കൊടുത്തത് കാരണമായിട്ട് ആ ഉമ്മയും ആ മക്കളുടെ ഉപ്പയും ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. വേറെ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ സംഭവത്തെ തന്നെ കുറിച്ച് വേറെ ഹദീസിൽ കാണാം, അവൾക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നു ബിഹാ, ആ കാരണമായിട്ട് അൽ ജന്നത, ആ മക്കൾ കാരണമായിട്ട്, അല്ലെങ്കിൽ ആ മക്കൾക്ക് നന്മ ചെയ്തു കൊടുത്തത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീക്ക്, ആ ഉമ്മയ്ക്ക് സ്വർഗ്ഗം നിർബന്ധമാക്കി. അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ചിരിക്കുന്നു. 2 ഒന്ന് തന്നെയാണ്. നരകത്തിൽ നിന്ന് മോചിപ്പിച്ച പിന്നെ സ്വർഗമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അവളെ നിർബന്ധമായി പ്രവേശിപ്പിച്ച പിന്നെ നരകത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോൾ ഈ സംഭവം ഇതാണ്. ഈ ഉമ്മ, പാവപ്പെട്ട ഉമ്മ പെൺമക്കളെയുമായിട്ട് റസൂലുള്ളാഹി വീട്ടിലേക്ക് വരികയാണ്. ആയിഷ ബീബി അവർക്കത് കൊടുത്തു. ആ സംഭവങ്ങളൊക്കെയാണ് ഈ ഹദീസിന്റെ പശ്ചാത്തലം. ഇവിടെ ഉമ്മയുടേതായ ആ മാതൃസ്നേഹം
മക്കൾക്ക് നന്മ ചെയ്തു കൊടുത്തതിന്റെ ഫലമായിട്ട് സ്വർഗം ലഭിക്കുന്നു, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. അപ്പൊ നരകമോചനത്തിന് കാരണമാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ അതിലൊരു കാര്യമാണ് ഈ മക്കൾക്ക് 2 പെൺമക്കൾ ഉണ്ടായാൽ ആ പെൺമക്കളിലേക്ക് നല്ല നിലയിൽ മാതാപിതാക്കൾ അവരെ വളർത്തി വലുതാക്കി അവർക്ക് അനുയോജ്യരായ വരന്മാരിലേക്ക് ഏൽപ്പിച്ച് അവരുടെ ജീവിതം ആസുരമാക്കി കഴിയുമ്പോൾ അത് കാരണമായിട്ട് ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊക്കെ സ്വർഗം ലഭിക്കുന്നു, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഈ സദസ്സിലിരിക്കുന്ന വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾ മനസ്സിലാക്കണം, ഈ മാതാവ് ഈ പിതാവ് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അവര് കാര്യമൊക്കെ കഴിക്കാതെ നമ്മൾക്ക് കാര്യമൊക്കെ അവര് നല്ല ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അവര് കഴിക്കാതെ മക്കൾക്കാണ് വിളമ്പി തരുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ തരുന്നു, പിന്നെ അതിനുശേഷം ബ്രേക്കിനുള്ളതായ ടിഫിൻ ബോക്സ് തരുന്നു, ഉച്ചയ്ക്കുള്ള ലഞ്ച് തരുന്നു, പിന്നെ വസ്ത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി തേച്ച് ഇസ്തിരിയിട്ടെല്ലാം കറക്റ്റാക്കി തരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപ്പയും ഉമ്മയും ഏറ്റെടുത്ത് ചെയ്യുന്നു. നമ്മൾക്ക് ലൂസ് മോഷൻ ഉണ്ടായി ബെഡിൽ കിടന്ന് നമ്മൾ കാഷ്ടിക്കുകയോ മുദ്രിക്കുകയോ ചെയ്യുമ്പോൾ ആ മ്ലേച്ഛമായ മലിനമായ മലവും ആ കാഷ്ടവും എല്ലാം ഒരു മടി കൂടാതെ വാരി വൃത്തിയാക്കി തരുന്നത് നമ്മുടെ ഉമ്മയാണ്. അല്ലാതെ ലോകത്ത് വേറൊരാളും അത് മാറാൻ ഒരാളും തയ്യാറാവുകയില്ല, ആ ഉമ്മ മാത്രമേ തയ്യാറാവുകയുള്ളൂ. അങ്ങനത്തെ നമ്മുടെ ഉമ്മയെ വേദനിപ്പിച്ച് ഉപ്പയെ വേദനിപ്പിച്ചിട്ട് നാം തിരഞ്ഞെടുക്കുന്ന സ്നേഹലോകമുണ്ടല്ലോ, പ്രേമലോകമുണ്ടല്ലോ, അത് നാശത്തിന്റെ ലോകമാണ്, നഷ്ടത്തിന്റെ ലോകമാണ്, പരാജയത്തിന്റെ ലോകമാണ്. ഒരാളും പ്രേമവിവാഹത്തിൽ കൂടി വിജയിച്ച ചരിത്രം ഇല്ല. നിങ്ങൾ കാണുന്നതല്ല ഈ ജീവിതം എന്നുള്ളത്. സ്വാലിഹത്തായ ഒരു പെണ്ണ് ഒരിക്കലും ഒരു പുരുഷന്റെ പുറകെ പോവുകയില്ല, സ്വാലിഹായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിന്റെ പുറകെയും പോവുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുക്കന്റെ പുറകെ പോകാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു എങ്കിൽ നാം സ്വാലിഹത്ത് അല്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പുറകെ പോകാൻ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് വെമ്പുന്നുണ്ട് എങ്കിൽ അവൻ സ്വാലിഹ് അല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ശാസ്ത്രീക്കുന്ന വിവാഹിതരല്ലാത്ത പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വാലിഹത്തായ ഒരു പെണ്ണിന് മാത്രമേ നാളെ ആയിഷ ബീവിയുടെ കൂടെ, ഖദീജ ഉമ്മയുടെ കൂടെ, ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ, സ്വർഗം കാണാൻ പറ്റുകയുള്ളൂ. നമുക്ക് കാണണ്ടേ ആയിഷ ബീവിയെ, നമുക്ക് കാണണ്ടേ ഖദീജ ഉമ്മയെ, നമുക്ക് കാണണ്ടേ ഫാത്തിമ ബീവിയെ. സ്വർഗത്തിന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ഈ മഹദികളെയൊക്കെ ഒന്ന് കാണാൻ ഒരിക്കലാണ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ ലക്ഷ്യവും. അതിനുവേണ്ടി നാം അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കണം. യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വഅബീഹി വഉമ്മിഹി എന്ന് പറയുന്ന സൂറത്തിൽ അബസ്സമത്വല്ല എന്ന് പറയുന്ന സൂറത്തിൽ കാണാം. ആ ഒരാൾ നാളെ മഹ്ശറിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ മക്കള് ഉപ്പയും ഉമ്മയൊക്കെ കാണുമ്പോൾ മഹ്ശറിലാണ് എല്ലാവരും ഇങ്ങനെ ബേജാറ് നിൽക്കുകയാണ്. ആ കാണുമ്പോൾ ഉമ്മയും ഉപ്പയും ഓടുകയാണ്, മക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്തിനാണ് ഓടുന്നത്? മക്കൾ അവിടെ പിടിക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? മക്കൾക്ക് ശിക്ഷാവിധി ഹിസാബ് എടുത്തപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. നിങ്ങൾ ദീനിയായിട്ട് ജീവിച്ചില്ല, തഖ്വയില്ലാതെയാണ് നിങ്ങൾ ജീവിച്ചത്, അത് കാരണമായിട്ട് നിങ്ങൾക്ക് ശിക്ഷ വന്നിരിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തഖ്വയില്ലാത്തതിന്റെ കാരണം, ഞങ്ങൾ അല്ലാഹുവിനെ പേടിക്കാതെ ജീവിക്കാനുള്ള കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്നില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, അല്ലാഹുവിനെ പേടിക്കേണ്ടതിനെ കുറിച്ചുള്ളത് പഠിപ്പിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ എവിടെ എന്ന് അല്ലാഹുവിനോട് ചോദിച്ച് അവർ മാതാപിതാക്കളെ തിരയുകയാണ്. തിരയുമ്പോൾ കണ്ണിൽ കാണുമ്പോൾ മാതാപിതാക്കൾ ഓടുകയാണ്. യൗമ യഫറുൽ മർഉ മിൻ അബീഹിന, അവന്റെ വാപ്പയും അവന്റെ ഉമ്മയും അവന്റെ ബന്ധപ്പെട്ടവരെ ഓടുന്നതായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. എല്ലാവരും ബേജാറിലാണ്. എങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വാപ്പയെ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മക്കൾ ആഗ്രഹിക്കുകയാണ്, ഉമ്മയെ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മക്കൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം ആ വരാനുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആൻ നമ്മളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ എന്റെ
പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ഒന്നാമതായും രണ്ടാമതായും നാം കൊടുക്കേണ്ടത് ഭൗതിക വിദ്യാഭ്യാസത്തിനേക്കാൾ മുഖ്യമായി നൽകേണ്ടത് ആത്മീയമായ വിജ്ഞാനങ്ങളാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നതായ ഒരു മാനസികമായ അവസ്ഥ നമ്മുടെ മക്കൾക്കുണ്ടാകണം. അതിന് മുമ്പായിട്ട് നമുക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിനുള്ള തഖ്വ ഉണ്ടാകണം. തഖ്വ ഇല്ലാത്ത ഒരാൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയുകയില്ല. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള ഏക മാർഗം തഖ്വയാണ്, അള്ളാഹുവിനുള്ള ഭയമാണ്. ആ തഖ്വയുടെ ഡെഫിനിഷൻ, നിർവചനം പറഞ്ഞത് എന്താണ്? അവിടെ അള്ളാഹു കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പുറതെറ്റാതെ ചെയ്യുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക, പൂർണ്ണമായിട്ടും കൈവെടിയുക, ചെയ്യാതിരിക്കുക. ഈ രണ്ട് മേഖലകൾ ഒരേപോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നവർ ആരുണ്ടോ അവരാണ് മുത്തഖീങ്ങൾ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എല്ലാം മുത്തഖീങ്ങളായിരുന്നു. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. അവർ ദുനിയാവിന് വേണ്ടി പണി